ഗൈസ്, ഞാൻ റൂബി. ഈ വീട്ടിൽ ആദ്യം എഴുന്നേക്കുന്നത് ഞാനാണ് ഗൈസ്. ഞാൻ എന്നും ഇവിടുത്തെ അപ്പന്റെ കട്ടിലാണ് കിടക്കാറ്. എന്തോ ഇവിടെ കിടന്നാലേ എനിക്ക് ഉറക്കം വരുത്തുള്ളൂ. രാവിലെ എഴുന്നേറ്റ് യോഗ ചെയ്യണമെന്നൊക്കെ വിചാരിക്കുമെങ്കിലും നടക്കാറില്ല. പിന്നെ ദേ മിറ്റത്ത് നോക്കി ഇതിങ്ങനെ വല്ലാത്ത വിശപ്പ്. അടുക്കളയിൽ പോയി അമ്മച്ചിയോട് എന്തെങ്കിലും ചോദിച്ചു നോക്കാം. അമ്മച്ചി സ്നേഹമുള്ളവരാ. നൈറ്റി പിടിച്ച് ഇങ്ങനെ തൂങ്ങിയ എന്തേലും കഴിക്കാൻ തരും. അല്ലെങ്കിൽ ഞാൻ കറുച്ചട്ടി പോയി തലയിടും. വെറും ചെറ്റയാ ഞാൻ. അമ്മച്ചിയെ സോപ്പിടാനും എളുപ്പമാ. ഇടയ്ക്കിടയ്ക്ക് എടുക്കുമ്പോ പാപ്പ കൊണ്ടാൻ കൈവിട്ടെന്നും പറഞ്ഞ് ഡാൻസ് കളിച്ചാൻ കാണിച്ചാൽ മതി. അമ്മച്ചി ഫ്ലാറ്റ്. തിന്നതൊക്കെ ഒന്ന് ദഹിക്കാൻ ഒരു റൗണ്ട് ഓടിയാലോ. ഇന്ന് ഇത്രയും മതി. ബാക്കി വൈകിട്ട് പുതിയ സ്കിൽസ് എന്തെങ്കിലും അൺലോക്ക് ചെയ്യാൻ സമയമായിരിക്കുന്നു. ഈ മരം കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഒന്ന് കയറി നോക്കാം. സോ സിമ്പിൾ. കുടുങ്ങിയല്ലോ നാഥ. ഞാൻ എന്റെ യൂട്യൂബ് വീഡിയോയിൽ കേരളം മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. എനിക്ക് ഇറങ്ങാൻ അറിഞ്ഞൂടാ. ആരെങ്കിലും ഒന്നും ഇറക്കി തറ. അപ്പോഴേക്ക് ചേട്ടായി വന്നുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് പണ്ടാലോടങ്ങി ചത്തുപോയനെ പുല്ല്. ഈ വീട്ടിലെ ഇളയ സന്തതി ശല്യം. എന്റെ ട്രെയിനറാണെന്ന് അവന്റെ വിചാരം. എടാ ഞാൻ പട്ടിയടാ, പൂച്ചയടാ, പൂച്ച സാറോ, കടിക്കോടാ, പിച്ചോടാ, മാന്തോടാ നിന്നെ. ഒരു ദിവസം ഇവനിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല, എനിക്ക് ചോറ് തരുന്നത് വെറുതെയാ എന്നൊക്കെ പറഞ്ഞ് ഇമോഷണൽ ഡാമേജ് ഉണ്ടാക്കുന്ന തെണ്ടി ഇന്നലെ എന്നോട് പറയുക പോയൊരു എലിയെ പിടിച്ചോണ്ട് വരാൻ. ആരാണ് എലി, എന്താണ് എലി കേട്ടിട്ടുള്ളതല്ലാതെ ജനിച്ച് 3 മാസത്തിനിടയ്ക്ക് ഞാനൊരു എലിയെ കണ്ടിട്ടില്ല. വീട് തന്നെ പാവലട ഞാൻ. മണ്ടൻ വിശ്വസിച്ച്. ഇതെന്റെ പേടി സ്വപ്നമാണ് ഗൈസ്. ഇത്രയും വിശാലമായ വീടുണ്ടായിട്ട് ഇവൻ എന്നോട് പറയുക പുറത്തുപോയി മുള്ളാൻ. നമ്മൾ വിടുവോ? ഇന്നലെയും സാധിച്ചത് ഇവന്റെ കട്ടിലടിയില്ല. അതിന് ഈ ക്ലാപ്പൻ ഈ വടിയെടുത്തൊരു വരവ് വന്നെന്റെ പൊന്ന് ഗൈസേ. ഉയരം കൊണ്ട് പണിതുകൊണ്ട് ഈ ഡെയിം മേലെ നിങ്ങൾക്ക് കാണാൻ പറ്റി. ലഞ്ച് ടൈം ആയ. ഇന്നും ലഞ്ചിന് മത്തിയാനാണോ? ദാരിദ്ര്യം. ഡിന്നറിന് മിയോ കിട്ടുന്ന സ്വപ്നം കഴിക്കാം. ലഞ്ച് കഴിഞ്ഞാൽ ഇത്രയും വിശ്രമം അത് നിർബന്ധമാണ്. കുറച്ചു നേരം ടി വി ഇങ്ങനത്തെ ഒരു മയക്കം.